വളരെ സ്നേഹത്തോടെ മിനീസ് കിച്ചണിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചൊവ്വരി വെച്ച് അധികമാരും ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്ത പുതുമയുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ്. 10 മിനിറ്റ് കൊണ്ട് ഇതുണ്ടാക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താഴെ കാണുന്ന ബെൽ ബട്ടണിലെ ആൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യണേ. എന്നാലേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ തുടർ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്കുടനെ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ സ്വീറ്റ് റെസിപ്പി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇതിന് വേണ്ടത് നിർബന്ധമായും നൈലോൺ ചൊവ്വരിയാണ്. നല്ല മുത്തുപോലെയുള്ളതാണ് ഈ നൈലോൺ ചൊവ്വരി. സാദാ ചൊവ്വരിയാണെങ്കിൽ നമ്മുടെ സ്വീറ്റ് കുഴഞ്ഞ് കറക്റ്റ് പാകത്തിൽ കിട്ടുകയില്ല. നല്ല മുത്തുമണി പോലെ കാണാൻ മനോഹരമായ ഈ റെസിപ്പിക്ക് നൈലോൺ ചൊവ്വരി തന്നെ ചോദിച്ചു വാങ്ങുക. ഇനി ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ പ്രധാനമായും വേണ്ട ചേരുവകൾ നൈലോൺ ചൊവ്വരി, പഞ്ചസാര, ക്യാരറ്റ് ചീവിയത് എന്നിവയാണ്. ഒരു ക്യാരറ്റ് ഈ നൈസ് ഹോളിലൂടെ പൊടിയായി ചീവിയെടുക്കുക. ഒരു ചെറിയ കപ്പ് ചൊവ്വരി 125 ഗ്രാമിൻ്റെ കപ്പിലാണ് അളവുകൾ എടുക്കുന്നത്. നിങ്ങൾ ഏതാണോ അളവിന് യൂസ് ചെയ്യുന്നത് എല്ലാ അളവുകളും അതിൽ തന്നെ എടുക്കുക. ചൊവ്വരി കഴുകി ചുരുങ്ങിയത് 4 മണിക്കൂർ കുതിർക്കാനിടുക. ചൊവ്വരി നല്ലപോലെ കുതിർന്നു വരണം. ചൊവ്വരി കുതിർന്നു വരുവാൻ എടുക്കുന്ന സമയം മാത്രമേ വേണ്ടൂ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ. കുതിർന്നു വന്നു കഴിഞ്ഞാൽ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ 10 മിനിറ്റ് സമയം കൂടി വേണ്ട. നമ്മുടെ ചൊവ്വരി നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആദ്യം ഗ്യാസ് കത്തിച്ച് ഒരു പാൻ വയ്ക്കാം. പാനിലേക്ക് 1 സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി നെയ്യിലേക്ക് അരിഞ്ഞു വെച്ച ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് സിമ്മിൽ വറുക്കുക. നിങ്ങളുടെ കയ്യിൽ നട്ട്സോ ഉണക്കമുന്തിരിയോ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഈ സ്വീറ്റിൽ ഇടയ്ക്കിടെ നട്ട്സ് കടിക്കാൻ കിട്ടുന്നത് പ്രത്യേക രുചിയാണ്. അതുപോലെ വളരെ കുറച്ച് നെയ്യ് മാത്രമേ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ വേണ്ടൂ. ക്രിസ്പിയായി വറുത്ത നട്ട്സുകൾ കോരി മാറ്റി വയ്ക്കുക. ഇനി അതേ നെയ്യിൽ തന്നെ ഒരു ക്യാരറ്റ് പൊടിയായി ചീവിയത് ചേർത്ത് വഴറ്റുക. ക്യാരറ്റ് 1/4 ഭാഗം വേവിച്ചാൽ മതി. 2 മിനിറ്റ് കൊണ്ട് വെന്ത് വരും. വഴറ്റിയ ക്യാരറ്റും ഒരു പ്ലേറ്റിലേക്ക് കോരി മാറ്റാം. ഇനി അതേ പാൻ ഒന്ന് വൃത്തിയാക്കി 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. 250 ഗ്രാമിൻ്റെ കപ്പിലാണ് വെള്ളം ഒഴിക്കുന്നത്. എത്ര ചൊവ്വരി എടുക്കുന്നുവോ അതിൻ്റെ ഇരട്ടി വെള്ളം ഒഴിക്കണം. ഇനി ഇതിലേക്ക് കുതിർത്ത ചൊവ്വരി വെള്ളം ഊറ്റിക്കളഞ്ഞ് ചേർക്കുക. നമ്മുടെ ചൊവ്വരി 2 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. പെട്ടെന്ന് വേവുന്നതിനാണ് നമ്മൾ ചൊവ്വരി കുതിർത്തത്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് ചൊവ്വരി, 2 കപ്പ് വെള്ളം, 1 കപ്പ് പഞ്ചസാര, അതാണ് കണക്ക്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കുറച്ചുകൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ച പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് കുറുകി വരുമ്പോൾ 1 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരപലഹാരങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് ചേർക്കുന്നത് മധുരം എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി നമ്മൾക്ക് വഴറ്റി വെച്ച ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റിൻ്റെ കളർ മതി എന്നുള്ളവർക്ക് പ്രത്യേകം കളർ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ വളരെ കുറച്ച് കേസരി കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ച നട്ട്സ് കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മിശ്രിതം പാനിൻ്റെ വശങ്ങളിൽ നിന്നും വിട്ടുവരുന്ന സ്റ്റേജിൽ 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ആകെ 2 സ്പൂൺ നെയ്യാണ് നമ്മൾ ഈ സ്വീറ്റ് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ സ്വീറ്റ് തയ്യാറായിട്ടുണ്ട്. ഈ സ്റ്റേജിൽ വാങ്ങി ഒരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നിങ്ങൾക്കിത് ക്യൂബ്സ് ആയിട്ട് മുറിച്ചാണ് വേണ്ടതെങ്കിൽ ഒരു പ്ലേറ്റിൽ ലേശം നെയ്യോ എണ്ണയോ പുരട്ടിയതിന് ശേഷം ഈ മിശ്രിതം ഒഴിച്ച് തണുത്ത് കട്ടിയായതിനു ശേഷം മുറിക്കാവുന്നതാണ്. ഇത് ചൂടോടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചും കഴിക്കാം. കാണാനും കഴിക്കാനും ഒരുപോലെ നല്ല ഈ സ്വീറ്റ് റെസിപ്പി ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടും. പിന്നെ ഇത് ഇടയ്ക്കിടെ ഉണ്ടാക്കും. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതട്ടെ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുതേ. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. വീണ്ടും മറ്റൊരു നല്ല വിഭവമായി കാണാം. Thank you for watching and supporting.